നമുക്ക് നമ്പാവുന്ന ആനന്ദം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 51 വരെ. ധ്യാനത്തിനായിട്ട് 38-ാം വാക്യം. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിയതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. ഒരിക്കൽ പ്രതിഭാസമ്പന്നനായ ഒരു സാഹിത്യകാരൻ പറയുകയാണ്, എനിക്ക് സുഖിക്കണം, മതിയാവോളം സുഖിക്കണം, എനിക്ക് കുടിക്കണം, കുടിച്ച് മരിക്കണം. ആനന്ദലഹരിയിൽ ആറാടാനാണ് പലരുടെയും മോഹം. അതിനുവേണ്ടി പല ഉപാധികളും അവർ അവലംബിക്കുന്നു. ജീവിതത്തിൻ്റെ താളം തെറ്റുന്നവർ മദ്യത്തെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കുക സാധാരണമാണ്. ഈ താളപ്പിഴ ഇന്നത്തെ വിദ്യാർത്ഥികളെ കൂടി വളരെയധികം ബാധിച്ചിട്ടുണ്ട്. സുഖാനുഭൂതിയുടെ ഉന്നത വയസ്സിൽ പറന്നെത്താൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെയും ചിറകുകൾ അവർ ധരിക്കുന്നു. ജീവിതത്തിൻ്റെ താളപ്പിഴകൾ നേരെയാക്കാൻ ഇങ്ങനെയുള്ള പല ഉപാധികളും ഇന്നത്തെ തലമുറ സ്വീകരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം മനുഷ്യനെ നിത്യദുഃഖത്തിൻ്റെ നീർച്ചുഴിയിൽ പിടിച്ചു താഴ്ത്താൻ മാത്രമേ ഉപകരിക്കൂ. ജീവിതത്തിൻ്റെ സ്വരരാഗങ്ങൾ തെറ്റാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ പല മാർഗങ്ങളും ഈശ്വരഭക്തരായ പല ദാർശനികരും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നാമത്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ബാലിശ്യമായ, അതായത് കഥയില്ലാത്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് കുത്തിയിരുന്ന് വിലപിക്കാതെ അവയെ പുറങ്കാലുകൊണ്ട് തട്ടി ദൂരെ എറിഞ്ഞ് മേലിൽ അവ ആവർത്തിക്കുകയില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്, ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുഃഖ കഥകൾ അയവിറക്കാതിരിക്കുവാൻ ബോധപൂർവം ശ്രമിക്കുക. നമ്മുടെ സർവ്വ ദുഃഖങ്ങളും പരാജയങ്ങളും പിഴകളും ഉൾക്കൊള്ളുന്ന ജീവിതം അതേപടി ദൈവത്തെ ഏൽപ്പിക്കുക. മനുഷ്യനെ നമ്പാവുന്ന ആനന്ദം കണ്ടെത്തിയ ഒരു യുവാവിനെപ്പറ്റി ഡേവിഡ് എ റൈ എന്ന ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഒരിക്കൽ സുപ്രസിദ്ധനായ ഒരു മനുഷ്യൻ അന്തരിച്ചു. എല്ലാവരുടെയും സ്നേഹഭാജനമായ ആ മനുഷ്യൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ റൈ സംബന്ധിച്ചിരുന്നു. മൃതദേഹം പുതപ്പിച്ചിരുന്ന വസ്ത്രത്തിൽ കുത്തിവെച്ചിരുന്ന ഒരു കുറിപ്പ് റൈ കാണുവാനിടയായി. ദൈവത്തോട് ചേരുന്നതാണ് സാക്ഷാൽ സൗഭാഗ്യം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എന്നാൽ ദൈവത്തോട് ചേരുവാൻ മരണം വരെ ഒരുവൻ കാത്തിരിക്കേണ്ടതില്ല. ഇന്ന് തന്നെ നമുക്ക് ദൈവത്തോട് ചേരുവാൻ കഴിയും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അവൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള സാക്ഷാൽ ആനന്ദം അവനെ കൈവിടുകയില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് നിന്നോട് ചേരുവാൻ ദൈവത്തിന് കഴിയും. നിന്നോട് ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സുപ്രസിദ്ധ സുവിശേഷകനായ സ്റ്റാൻലി ജോൺസ് പറയുന്നത് ഇങ്ങനെയാണ്: നാം എങ്ങനെയുള്ളവരാണെന്ന് നോക്കാതെ നാം എവിടെയായിരിക്കുന്നുവോ അവിടെ നമ്മോടൊത്തു വസിക്കുവാൻ ആഗ്രഹിക്കാതിരുന്നെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന പ്രകാരം ആകുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല. നമ്മിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നാമും ആയിരിക്കേണ്ടതിന് നാം എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് ദൈവം വരുന്നു. അപ്പോൾ ആനന്ദം എന്നത് ഒരു സ്വപ്നമോ ആഗ്രഹമോ മാത്രമായി അവശേഷിക്കുകയില്ല, അത് ഒരനുഭവമായി തീരും. ഓർക്കണമേ, ശൂന്യതയാണ് ഈ കാലയളവിൻ്റെ ഏറ്റവും വലിയ ഞരമ്പ് രോഗം. 16-ാം സങ്കീർത്തനം 6-ാം വാക്യം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.